യെസ്. അപ്പം ഡെലിവറിക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ അഭിപ്രായം ചോദിച്ചേക്കാം. പറ, എൻ്റെ എങ്ങനെയുണ്ട് ഇത്രയും ദിവസത്തെ ജേണി? ഇനി അത്രയും ഇല്ല, കുറച്ച് ദിവസം ഇല്ലേ? പറ, എന്താ പറ. ഇപ്പൊ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഇനിയിപ്പോ ഡെലിവറിന്റെ അന്നാമത്തേക്കും ചിലപ്പോൾ തലേദിവസം നാളെ ഡെലിവറി എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ കഴിയുമ്പോൾ ഇന്നലെ കുറച്ച് ചെറിയ ടെൻഷനായിരുന്നു. ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞാൽ ആ ടെസ്റ്റിന്റെ ഭാഗമായി കുറേ ടെൻഷനൊക്കെ അടിച്ച് ഇനിയിപ്പോൾ തിങ്കളാഴ്ച 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്കാനിങ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അതിന് ശേഷം തീരുമാനിക്കുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് മെഡിക്കൽ കോളേജിൽ. അതാണ് സിറ്റുവേഷൻ. ചില്ലടിച്ചിരിക്കുന്നു. കൂടല്ലേ ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് അങ്ങനെ പറയാം. മതി. അപ്പൊ ഓക്കെ. ഒരാള് തുള്ളിച്ചടവ് മനുഷ്യയുടെ പ്രാണവേദന അനക്ക് അവിടെ. ഇതാണ് സപ്പോർട്ട് അല്ലേ? സ്റ്റെപ്പ് കുറച്ച് വിട്ട സ്റ്റെപ്പ് എന്തായിരുന്നു? അത് ശാന്തമീ രാത്രിയിൽ. മറ്റേത് ശാന്തമീ രാത്രിയിൽ വാദിഘോഷാദികൾ. കുറച്ച് ബാക്കിലിപ്പോ കിട്ടുന്നില്ല. കൊണ്ടുവാ കൊണ്ടുവാ. കുറേ സമയം നടക്കുന്നു. ഓക്കെ, ബാ. നടക്കട്ടെ. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പേരുണ്ടൊക്കെ പറ. എന്നാ ശരി, ഓക്കെ. അയ്യോ, അത് വേണ്ട. നാലാ? ഈ 6 pack ആയിട്ടാണോ 4 പറഞ്ഞ? അയ്യോ അയ്യോ, ഞങ്ങൾക്ക് എന്താ ശ്വാസം മുട്ടെങ്കിൽ സാറല്ല ചെയ്തോ. അല്ല, ബ്രേക്ക് എടുത്ത് ചെയ്താൽ മതി. സ്റ്റോപ്പ് ചെയ്യും, റെസ്റ്റ് എടുക്കും. വേർത്ത് നടന്നിട്ട് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ടയർഡായി ക്ഷീണിച്ചു. അയ്യോ, അതെ അതെ അതെ, ഓക്കെ. ഏകദേശം സമയം ഡേറ്റ് ആവുന്നത് ഏകദേശം 1 കിലോമീറ്ററിന്റെ അടുത്തായിട്ട് നടന്നു. 1546 സ്റ്റെപ്പ്. അതെ, ക്ഷീണിച്ചു. കുറച്ചായിട്ട് നടക്കാം. അങ്ങനെ ഡേറ്റ് ആവാനുണ്ട്. ഡോക്ടർ പറഞ്ഞു നടക്കണം. അല്ലെങ്കിൽ നടക്കാനുണ്ട്. അല്ല, കുറച്ചധികം നടക്കാൻ പറഞ്ഞു. ഇപ്പൊ നേഴ്സ് പറഞ്ഞില്ലേ? കുറച്ച് ദേഷ്യം
റെസ്റ്റ് എടുക്കട്ടെ. ബാക്കി ചെവിയെല്ലാം മതി പിടിച്ചിട്ട് ഇല്ല. അപ്പൊ ആക്ച്വലി നാളത്തേക്കാണ് ഡേറ്റ് ഫിക്സ് ചെയ്തേക്കാൻ. നാളത്തേക്ക് ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടുണ്ട്. നാളെ നോക്കാം. രാവിലെ 6 മണിക്ക് ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 5:45 റെഡി ആയിട്ട് ലേബർ റൂമിലേക്ക് പോകണം. നോക്കാം, നാളെ നോക്കാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? എൻ്റെ റെഡിയല്ലേ? കുട്ടി റെഡിയല്ലേ പുറത്തുവരാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ശരി, റെസ്റ്റ് എടുക്കട്ടെ. ഇപ്പം നമ്മൾ ആക്ച്വലി ഇപ്പോൾ സമയത്ത് നേരത്തെയാണ്, കിടക്കട്ടെ, രാവിലെ എണീക്കണം. ഓക്കെ. നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഉണ്ട്, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല. വെയിറ്റ് താങ്ങാൻ പറ്റില്ല. കഴിഞ്ഞ ഡിസ്ചാർജ് ആയാൽ വീട്ടിൽ തന്നെ പോവാലോ. ഇന്ന് രാത്രി കിടക്കൂലേ? അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. നോക്കാം, റെഡിയാവും. ഇപ്പം നടക്ക്. സിസേറിയൻ കഴിഞ്ഞാണ്, അപ്പോൾ നടക്കാൻ വേണ്ടി പറഞ്ഞു കുറച്ച്. ഇപ്പോൾ കുറച്ച് ഒരു 30% ഒക്കെ ആയിട്ടുണ്ട്. 30%? ആ, 10. അപ്പോൾ ഓക്കെ, ബാക്കി നടക്കട്ടെ. അങ്ങനെ നമ്മൾ ഇന്ന് 8-ാം തീയതി ഇവിടുന്ന് ഡിസ്ചാർജ് ആവാൻ വേണ്ടി പോയത്. ഞാനും അനുവും നമ്മുടെ വാവിയും ചച്ചു. ഓക്കെ, പേര് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ, നെയിമിങ് സെറമണിയിൽ നിന്ന് എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, ഭയങ്കര ഹാപ്പിയാണ്, അനുവും ഹാപ്പിയാണ്. സിസ്റ്ററിനായിരുന്നു ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ അതിൽ സന്തോഷം. നല്ല മഴയാണ്, കുറേ ദിവസമായിട്ട് നല്ല മഴയാണ്. ഇപ്പം നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് പോകാൻ വേണ്ടി പോവാണ്. അത് ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. പരിയാരന്നായിരുന്നു ഡെലിവറി ഉണ്ടായത്. അതായിരുന്നു നമ്മുടെ റൂം. അപ്പോൾ ഓക്കെ, കൂടുതൽ അപ്ഡേറ്റ്സ് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ടാറ്റാ.